അരുണെ, ഇപ്പോൾ കൃത്യമായി പറയുകയാണെങ്കിൽ ചിന്നക്കടയിലേക്ക് അടുക്കാറായിട്ടുണ്ട് ഈ വിലാപയാത്ര എന്നുള്ളതാണ്. അവിടെ ശ്രീരാജ് ബാബു ഉണ്ട് കൊല്ലം ചിന്നക്കടയിൽ. ചിന്നക്കട എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് സമര പോരാട്ടങ്ങളുടെ പ്രദേശം കൂടിയാണ്. അത്തരത്തിൽ തൊഴിലാളികൾ, കശുവണ്ടി തൊഴിലാളികൾ, മത്സ്യത്തൊഴിലാളികളെല്ലാം നിരവധിയായുള്ള ഒരു സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഒരുപാട് അധിവസിക്കുന്ന സ്ഥലമാണ് കൊല്ലം ജില്ലയിലെ ചിന്നക്കട ഭാഗമൊക്കെ. അതുകൊണ്ട് തന്നെ അവിടെ അത്രയധികം ആളുകൾ അദ്ദേഹത്തെ അവസാനം കാണുവാനായി തങ്ങളുടെ സഖാവിനെ നോക്കൂ ചെറിയ കുട്ടികൾ വരെ മുദ്രാവാക്യം വിളികളുമായി ആർഭടത്തോടെയാണ് അവരുടെ മുദ്രാവാക്യ വിളികൾ എന്നതാണ്. ശ്രീരാജ്, നമുക്ക് ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. നിരവധി ആളുകളാണ് മഴയെ പോലും വകവയ്ക്കാതെ ഈ രാത്രി കഴിഞ്ഞു, വെളുക്കാനായി, പുലർച്ചെ സമയത്ത് പോലും നിരവധി ആളുകൾ അവിടേക്ക് എത്തുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണ് ചിന്നക്കടയിൽ നിന്നുമുള്ള ആളുകളുടെ ഒരു പ്രതികരണം? അവരെങ്ങനെയാണ് അവരുടെ പ്രിയ നേതാവിന് അന്തിമ യാത്രാമൊഴി നൽകുന്നത്? സ്വാതി, സമയം ഇപ്പോൾ 2 മണി കഴിഞ്ഞിരിക്കുന്നു. നമ്മളിപ്പോൾ ചിന്നക്കട ബസ് ബേയിലാണുള്ളത്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ ജനസഞ്ചയം ഒന്നാകെ VS അച്യുതാനന്ദനെ കാണാനായി, അന്ത്യാഭിവാദ്യം അർപ്പിക്കാനായി, അന്ത്യാഞ്ജലി അർപ്പിക്കാനായി ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുള്ള ആളുകളാണ്. നമ്മൾ ജില്ലയിലേക്ക് കടന്ന ആ സ്ഥലം മുതൽ തന്നെ, പാരിപ്പള്ളി മുതൽ തന്നെ ഇവിടേക്ക് ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ വലിയ ജനസഞ്ചയം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നിശ്ചയിച്ച സ്ഥലങ്ങൾക്ക് പുറമെ സാധാരണഗതിയിൽ പല ജംഗ്ഷനുകളിലും അടക്കം ആളുകൾ സമാനമായ രീതിയിൽ നിരവധി ആളുകൾ VSന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാനായി ഇവിടേക്ക് എത്തുന്നുണ്ടായിരുന്നു. സ്ത്രീകളും കുട്ടികളും അടക്കം പ്രതികൂലമായ കാലാവസ്ഥയ്ക്കിടയിലും ഈ VSന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാനായി ഇവിടേക്ക് മണിക്കൂറുകളോളം കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. കൊല്ലം ചിന്നക്കട ബസ് ബേയിലെയും കാഴ്ച വ്യത്യസ്തമല്ല. ഇത്തരത്തിൽ നിരവധി ആളുകൾ, നമുക്ക് റെഡ് വോളണ്ടിയർമാരെ അടക്കം കാണാം. അവരെല്ലാം തന്നെ ഈ തിരക്ക് നിയന്ത്രിക്കാനുള്ള ശ്രമത്തിലാണ്. പക്ഷേ വലിയ രീതിയിലുള്ള തിരക്ക് ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ അനുഭവപ്പെടുന്നതിന് സമാനമായിട്ട് തന്നെയാണ് ഇപ്പോൾ ചിന്നക്കട ബസ് ബേയിലും നിരവധി ആളുകൾ VSന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാനായിട്ട് ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. നമുക്കറിയാം VSൻ്റെ മരണം, VSൻ്റെ വിയോഗം അത് എത്രത്തോളം വലിയ ആഘാതമായിരിക്കാം, എത്രത്തോളം വലിയ നഷ്ടമായിരിക്കാം കേരള പൊതുസമൂഹത്തിനും അതുപോലെ തന്നെ മലയാളികൾക്കിടയിലും സാധാരണക്കാരായിട്ടുള്ള ഏറ്റവും അടിസ്ഥാന വർഗത്തിൽപ്പെട്ട ആളുകൾക്കിടയിലും ഉണ്ടാക്കിയത് എന്ന് അതൊന്നുകൂടി വിളിച്ചു പറയുന്നതായിരുന്നു. ഈ ഓരോ കേന്ദ്രങ്ങളിലും ഓരോ ഭാഗങ്ങളിലും VSനെയും വഹിച്ചുകൊണ്ടുള്ള, VSൻ്റെ മൃതശരീരവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര കടന്നു വരുമ്പോഴെല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഇവിടെ ചേട്ടാ എപ്പോൾ വന്നെയാ? 6 മണിയോട്ട് വരുന്ന VSനെ കാണാനായിട്ട് അവസാനമായിട്ട് കാണാൻ വേണ്ടി. എന്താ VSനെ ഓർക്കുമ്പോൾ പെട്ടെന്ന്? VS കേരളത്തിൻ്റെ ജനകീയ നേതാവല്ലേ, അതിന് കാണാൻ വേണ്ടി. രാഷ്ട്രീയത്തിന് അതീതമായിട്ട് വലിയ സ്വാധീനമുള്ള നേതാവാണ് കേരളത്തിൽ. ചേട്ടാ എപ്പോഴേട്ടാ വന്നേ? കുറച്ച് നേരം VSനെ കാണാനായിട്ട് വന്നിരിക്കും. അങ്ങനെയാണ് നിരവധി ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ചേട്ടാ എപ്പോഴാണ് വന്നിട്ടുള്ളത്? 11 മണിക്ക് വന്നതോ. VSനെ ഓർക്കുമ്പോൾ പെട്ടെന്ന് എന്താ? അദ്ദേഹത്തിൻ്റെ വിപ്ലവീര്യം, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയപരമുള്ള മുന്നേറ്റം, പിന്നെ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, എന്തുകൊണ്ടാണ് ദൈവവിശ്വാസമില്ല എന്ന് പറഞ്ഞാൽ പറയുന്ന വാക്കുണ്ട്. അതാണ് ഈ ജനതയെ ഇത്രയോടെ കൂട്ടിയിരുന്നുള്ള ആ ഒരു ലക്ഷ്യം. ചെറുപ്പകാലത്തൊക്കെ ഒരുപാട് കഷ്ടതകളിലൂടെ കടന്നു വന്നു. അതാണ് അത്. ദൈവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്നും എന്നാൽ ഇല്ലെന്ന് തുറന്നു പറയുന്ന വ്യക്തിയാണ് അദ്ദേഹം. അത് ആ ഒരു വിപ്ലവീര്യം, ആ കാഴ്ചപ്പാടാണ് ഇവിടെ തലമുറയ്ക്ക് ഇപ്പോഴുള്ളത്. അത് മുന്നേ അദ്ദേഹം കണ്ടിരുന്നു എന്നുള്ള സത്യം. സ്വാധീനം അങ്ങനെയാണ്. VS ഓരോ മനുഷ്യരെയും ഓരോ രീതിയിലാണ് സ്വാധീനിച്ചിട്ടുള്ളത്. VSൻ്റെ പ്രസംഗങ്ങൾ, VS പറഞ്ഞു വെച്ച കാര്യങ്ങൾ, സമരത്തിനിടയിലെ മുദ്രാവാക്യങ്ങൾ, അങ്ങനെ മനുഷ്യരെ ഒന്നാകെ പലതരത്തിൽ പല രീതിയിൽ സ്വാധീനിച്ച വ്യക്തിയായിരുന്നു VS അച്യുതാനന്ദൻ. അതും രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക്, രാഷ്ട്രീയ പാർട്ടികൾക്ക് അതീതമായി പല മനുഷ്യരെയും, എല്ലാവിധത്തിലുള്ള മനുഷ്യരെയും സ്വാധീനിക്കാൻ VS അച്യുതാനന്ദന് കഴിഞ്ഞു. VSൻ്റെ ചെറുപ്പം സ്വാധീനിക്കപ്പെട്ട ആളുകളുണ്ട്. VSൻ്റെ യൗവനകാലത്തെ സമരതീഷ്ണത സ്വാധീനിക്കപ്പെട്ട ആളുകളുണ്ട്. വാർദ്ധക്യത്തിലെ ചോരാത്ത സമരവീര്യം അത് സ്വാധീനിക്കപ്പെട്ട ആളുണ്ട്. രാഹുൽ ഗാന്ധിയുടെ പരിഹാസത്തിന് അദ്ദേഹം നൽകിയ മറുപടി അത് ഒരു തരത്തിലുള്ളൊരു ഐക്കോണിക് മറുപടി എന്ന തരത്തിലേക്ക് അതങ്ങനെ മാറിയിട്ടുണ്ട്. അതും വലിയ രീതിയിൽ സ്വാധീനിക്കപ്പെട്ടു. അത്തരത്തിൽ പല ആളുകളെയും പല രീതിയിലും സ്വാധീനിച്ച് കടന്നുപോയ ഒരു വ്യക്തിത്വമായിരുന്നു VS അച്യുതാനന്ദൻ. ആ VS അച്യുതാനന്ദന് വേണ്ടിയിട്ടാണ്, VSനെ കാണാൻ വേണ്ടിയിട്ടാണ് ഈ ആളുകൾ ഒന്നാകെ ഇവിടെ എത്തിയിട്ടുള്ളത്. ചേട്ടാ എപ്പോഴേട്ടാ വന്നേ? ഇപ്പോൾ വന്നത് 5 മണി, 6:30 വന്നു. VSനെ അവസാനമായിട്ടൊന്ന് കാണാൻ വന്നതല്ലേ? VSനെ വലിയ ഇഷ്ടമാണോ? ഇഷ്ടമാണ്. എന്താ ഈ രാത്രിയിൽ ഇങ്ങനെ വന്ന് നിൽക്കാൻ കാര്യം എന്താ? ഇപ്പം ഉടനെ കാണാൻ ഒക്കത്തില്ലല്ലോ.
അങ്ങനെയാണ് സ്വാതി. പലതരത്തിലുള്ള ആളുകൾ, പല വിഭാഗങ്ങളിൽ നിന്ന് വന്ന ആളുകൾ, പല മേഖലകളിൽ നിന്ന് വന്ന ആളുകൾ, പല തൊഴിലെടുക്കുന്ന ആളുകൾ, അങ്ങനെ എല്ലാ തരത്തിലുമുള്ള ആളുകളെ സ്വാധീനിച്ച ഒരു വ്യക്തി സഖാവ് വി എസ് അച്യുതാനന്ദൻ. വി എസ് അച്യുതാനന്ദൻ്റെ വിയോഗം വലിയ നഷ്ടം ഈ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലങ്ങളിലാകെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ എല്ലാം ഭാഗവാക്കാകുന്ന കുറേയധികം മനുഷ്യർ ഉണ്ട്. ആ മനുഷ്യരെല്ലാം വി എസിന് വേണ്ടിയിട്ട് ഈ തെരുവോരങ്ങളിൽ ഒത്തുകൂടിയിരിക്കുകയാണ്. മനുഷ്യർ ഒത്തുകൂടിയ എല്ലാ മേഖലകളിലും വി എസ് സ്വാധീനിക്കപ്പെട്ടിരുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ മരണത്തിലും അത്രയധികം ആളുകൾ ഈ തെരുവോരങ്ങളിൽ, ഈ ദേശീയപാതയുടെ വഴികളിലെല്ലാം തന്നെ വി എസിനെ കാത്ത്, വി എസിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ എല്ലാം തടിച്ചുകൂടിയിട്ടുണ്ട്. ചേട്ടാ എപ്പോഴേട്ടാ വന്നേ? വി എസിനെ ആലോചിക്കുമ്പോൾ ഒരു കേരളത്തിൻ്റെ CPM-ൻ്റെ ഒരു പടനായകൻ എന്നുള്ളത് പക്ഷേ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഇത്രയും സ്വാധീനമുള്ള ഒരാൾ വേറെ കാണത്തില്ല. CPM-ന് ഇനി വേറെ ആരും ഇല്ല. അങ്ങനെയാണ് എല്ലാവർക്കും അത് രാഷ്ട്രീയത്തിന് അതീതമായി തന്നെ വലിയ സ്വാധീനം ഉള്ള ഒരു നേതാവ്, CPIM-ൻ്റെ നേതാവ്, കേരളത്തിൻ്റെ ആകെ നേതാവ് എന്ന തരത്തിലേക്ക് വി എസ് പിന്നീട് വളർന്നു വരുന്നു. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ചെറുപ്പത്തിലെ കഷ്ടതകൾ, ചെറിയ പ്രായത്തിൽ തന്നെ അച്ഛനെയും അമ്മയും നഷ്ടപ്പെടുന്നു. പിന്നീട് യൗവന കാലഘട്ടത്തിലെ സമരങ്ങൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്കുള്ള കടന്നുവരവ്, അത്തരത്തിലുള്ള എല്ലാ സമരങ്ങളിലും ഭാഗവാക്കായ, അല്ലെങ്കിൽ ആ സമരങ്ങളെല്ലാം സ്വാധീനിക്കപ്പെട്ട കുറേയധികം മനുഷ്യർ, കുറേയധികം ജീവിതങ്ങളെല്ലാം തന്നെ കേരളത്തിന് മുന്നിൽ ഉണ്ടായിരുന്നു. അത്തരത്തിൽ അവർ പറയുന്നത് കേട്ട, അല്ലെങ്കിൽ ആ കഥകൾ കേട്ട നിരവധി ആളുകൾ, വളരെ ചെറുപ്പം ഉള്ള ആളുകളടക്കം ഇവിടേക്ക് ഈ വി എസിൻ്റെ വിലാപയാത്രയും വഹിച്ചുകൊണ്ടുള്ള വാഹനത്തെ കാത്തിരിക്കുന്നു. ഈ 2 മണിയിലും, ഈ 2 മണി സമയത്തും എന്നതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രതികൂലമായ ആ കാലാവസ്ഥയൊന്നും തന്നെ ഈ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ, സാധാരണക്കാരായിട്ടുള്ള തൊഴിലാളി വിഭാഗങ്ങളെ അവയൊന്നും തന്നെ തടസ്സമാകുന്നില്ല. ഇവർക്കൊന്നും വി എസിനെ അവസാനമായി ഒരു നോക്ക് കാണണം എന്നത് തന്നെയാണ് അവരുടെ ആഗ്രഹം. ഈ രാത്രിയിലും 2 മണി സമയത്തും അവരിങ്ങനെ കാത്തു നിൽക്കുന്നത് വി എസിൻ്റെ ഭൗതിക മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള ആ വാഹന വ്യൂഹത്തിന് വേണ്ടിയിട്ടാണ്. അവസാനമായി വി എസിന് വേണ്ടിയിട്ട് ആ മുദ്രാവാക്യം വിളിക്കാൻ, കണ്ണേ കേരളേ വി എസ് എന്ന മുദ്രാവാക്യം ഒന്നുകൂടി വിളിക്കാനും വി എസിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനുമായിട്ടാണ് ഈ കാണുന്ന മനുഷ്യരെല്ലാം ഇവിടെ എത്തി നിൽക്കുന്നത്. ചേട്ടാ എപ്പോഴേട്ടാ വന്നേ? അരമണിക്കൂറായി. വി എസിനെ ഓർക്കുമ്പോൾ എങ്ങനെ? നല്ലൊരു നേതാവാണ്. മുൻപ് കണ്ടിട്ടുണ്ടോ? നേരിട്ട് കണ്ടിട്ടുണ്ട്. ഉണ്ട്. അവിടെ വെച്ചിട്ട് അഞ്ചാലമുട്ടിൽ വന്നിട്ടുണ്ട്. അഞ്ചാലമുടി വന്നിട്ടുണ്ട്. ഏത് വർഷമായിരുന്നു? അധികം വർഷമായി. അതെ, അങ്ങനെ വളരെ വളരെ വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തപ്പെട്ട നിരവധി ആളുകൾ ഇവിടെ ഉണ്ട്. വി എസിന് വേണ്ടിയിട്ട് അവരിങ്ങനെ കാത്തിരിക്കുന്നുണ്ട്. വി എസിൻ്റെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള വാഹനത്തിന് വേണ്ടിയിട്ട് അവരിങ്ങനെ എത്തുന്നതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നുണ്ട്. എപ്പോഴായിട്ടാ? കോഴിക്കോടാ സ്ഥലം കോഴിക്കോടാണ്. സ്വാധീനം നമ്മൾ പറഞ്ഞു, സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നടക്കം കിലോമീറ്ററുകൾ താണ്ടി ആളുകൾ ഇവിടെ എത്തുന്നുണ്ട്. ഞങ്ങൾ നേരത്തെയും കോഴിക്കോടും മലപ്പുറത്തുള്ള ആളുകളെയൊക്കെ കണ്ടിരുന്നു. അപ്പോൾ കോഴിക്കോട് നിന്ന് എപ്പോഴാണ് എത്തിയത്? ഗരീബി എക്സ്പ്രസ് ഉണ്ടല്ലോ, അതിന് തിരുവനന്തപുരത്തേക്ക് ടിക്കറ്റ് എടുത്താൽ. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വിട്ടല്ലോ. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്നാൽ അവിടെ പിന്നെ രണ്ടാമത് ഇങ്ങോട്ട് വേണോ? അപ്പോൾ അതുകൊണ്ട് കൊല്ലത്തിറങ്ങി. കൊല്ലത്ത് 8:45 വൈകിട്ട്. വി എസിനെ ഓർക്കുമ്പോൾ പെട്ടെന്ന് എങ്ങനെ? വി എസ് എന്ന് പറഞ്ഞാൽ ഒരു ഊർജ്ജമാണ്. ഏത് കമ്മ്യൂണിസ്റ്റുകാരനും ഒരു സമരവീര്യമുള്ള ഒരു ഊർജ്ജം. കാരണം അദ്ദേഹത്തിൻ്റെ വലിയ പ്രായത്തിലും അദ്ദേഹത്തിൻ്റെ ആ വിപ്ലവാത്മകത, യുവത്വം, അത് തന്നെയാണ് ഇപ്പം തന്നെ പ്രതികരിക്കുന്ന ചെറുപ്പക്കാരൊക്കെ കണ്ടില്ലേ, നമ്മുടെ ചാനലിലൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കില്ലേ. ചെറുപ്പക്കാർക്ക് മുഴുവൻ എന്താണ് എല്ലാ പ്രശ്നങ്ങളെയും പെട്ടെന്ന് മനസ്സിലാക്കുകയും അതിനെ പെട്ടെന്ന് വി എസിൻ്റെതായ ശൈലി പ്രതികരിക്കുകയും ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അതാണ് ഈ ചെറുപ്പത്തെയും പ്രായമുള്ളവരെ ഒരേപോലെ ആകർഷിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം. മനുഷ്യന് വേണ്ടിയിട്ട് സമരം ചെയ്തൊരു നേതാവാണ്. പ്രകൃതിക്ക് വേണ്ടി, മനുഷ്യന് വേണ്ടി, കുടിവെള്ളത്തിന് വേണ്ടി, ജീവജാലങ്ങൾക്ക് വേണ്ടി, എല്ലാറ്റിനും, മനുഷ്യൻ്റെ പാർപ്പിട പ്രശ്നങ്ങൾക്ക് വേണ്ടി വി എസ് എല്ലാ സമയത്തും അപ്ഡേറ്റാണ്. ഏത് വിഷയത്തിലും അപ്ഡേറ്റാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു 100 വയസ്സ് കാലത്തോളം എത്തിയ ജീവിതത്തിൽ ഏത് കാര്യത്തിലും അപ്ഡേറ്റാണ്. പരിസ്ഥിതി പ്രശ്നം ചർച്ച ചെയ്യപ്പെടാത്ത കാലത്താണ് അദ്ദേഹം പരിസ്ഥിതിയെ സംബന്ധിച്ച് സംസാരിച്ചത്. നെൽവയലുകൾ റബ്ബർ വെച്ച് പിടിപ്പിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു തണ്ണീർത്തടങ്ങൾ നികത്താൻ പാടില്ല എന്ന് പറഞ്ഞു. അന്നേരം
അദ്ദേഹത്തെ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളൊക്കെ വിശേഷിപ്പിച്ച് വെട്ടിനിരത്തൽ നേതാവ് എന്നാണ്. വെട്ടിനിരത്തൽ നേതാവ്. പക്ഷേ അത് ഒരു കേരളത്തിൻ്റെ സാമൂഹ്യ പ്രശ്നമായിരുന്നു എന്ന് പിന്നീടാണ് നമ്മുടെ നാട് ഏറ്റെടുക്കുന്നത്. പിന്നീട് പലരും അത് ഏറ്റെടുത്തു എന്നുള്ള കാര്യം. അങ്ങനെ ഓരോ കാര്യത്തിലും വളരെ അപ്ഡേറ്റ് ആയിട്ട് പ്രതികരിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു നേതാവാണ്. അദ്ദേഹത്തിൻ്റെ വിയോഗം എന്താണ്, പല കാലഘട്ടത്തെ, അതായത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായി, തിരുവിതാംകൂർ നാടുവാഴിത്തത്തിനെതിരായി, അങ്ങനെ ഓരോ കാലത്തെയും വലിയ സമരങ്ങളുടെ നേതാവാണല്ലോ. ആ നിലയിലാണ് നമ്മളെല്ലാം അതിൻ്റെ കാണുന്നത്. ആലപ്പുഴയ്ക്ക് പോകുന്നുണ്ടോ? ആലപ്പുഴയ്ക്ക് പോകും. ആലപ്പുഴയ്ക്ക് ചുടുകാട്ടിലെത്തിയിട്ടേ പോകും, തിരിച്ചു പോകും. സ്വാതി, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓരോ മനുഷ്യരുടെയും മനസ്സിൽ ഓരോ തരത്തിലാണ് സ്വാധീനിക്കപ്പെട്ടിട്ടുള്ളത്. ഓരോ മനസ്സിലും അല്ലെങ്കിൽ ഓരോ ആളുകൾക്കിടയിലും പല തരത്തിൽ സ്വാധീനിക്കപ്പെടുന്നത് നമ്മൾ നേരിട്ട് തിരിച്ചറിയുന്ന ഒരു സാഹചര്യമാണ് നിലവിലിവിടെയുള്ളത്. ഓരോ ആളുകളുടെ അടുത്തും സംസാരിക്കുമ്പോഴും അവരെല്ലാം പറയുന്നത് പല കഥകളാണ്. VSന്റെ പഴയ പ്രസംഗങ്ങളിൽ നിന്നുള്ള ആ കഥകൾ, VS പറഞ്ഞ VSന്റെ സമരത്തെ പറ്റിയുള്ള കാര്യങ്ങൾ, അങ്ങനെ പല പല കാര്യങ്ങളാണ് പല മനുഷ്യർക്കും VSനെ പറ്റി പറയാനുള്ളത്. അത്തരത്തിൽ എല്ലാ വിഭാഗം മനുഷ്യരെയും ഒരേപോലെ സ്വാധീനിച്ച, ഒരേപോലെ സ്വാധീനിക്കപ്പെട്ട ഒരു നേതാവായിരുന്നു സഖാവ് VS അച്യുതാനന്ദൻ. അതുകൊണ്ട് തന്നെ ഈ കാണുന്ന മഹാസഞ്ചയം ജനങ്ങൾ ഇത്രത്തോളം ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നതിൽ യാതൊരു അത്ഭുതവും തോന്നേണ്ടതില്ല. അത് ആ മനുഷ്യൻ VS അച്യുതാനന്ദൻ എന്ന VS എന്ന രണ്ടക്ഷരം അത് അർഹിക്കുന്നുണ്ട്. ആ മനുഷ്യനുള്ളിടം ആ VS അച്യുതാനന്ദൻ മുൻപ് സമരങ്ങൾ നടത്തുന്ന ഘട്ടത്തിൽ VSന്റെ പ്രസംഗങ്ങൾ കേൾക്കാനായിട്ട് ഒത്തുകൂടുന്ന മഹാമനുഷ്യരെ, മഹാസഞ്ചയത്തെ നമുക്ക് ഓർമ്മയുണ്ടാകും. അത്തരത്തിൽ ആ മരണത്തിലും VSന്റെ വിയോഗത്തിലും സമാനമായ രീതിയിൽ ഇത്രയും ആളുകൾ സ്വാഭാവികമായും ഇവിടേക്ക് എത്തും. ഈ മണ്ണിലേക്ക്, VS നടന്ന മണ്ണിലേക്ക്, VS സമരം ചെയ്ത മണ്ണിലേക്ക്, VSന്റേതായ സ്വാധീനമുള്ള എല്ലാ മേഖലകളിൽ നിന്നും ആളുകൾ ഇവിടേക്ക് എത്തും. ചേട്ടാ, എപ്പോഴാണ് എത്തിയേ? ഞങ്ങൾ 4 മണിയായി. VSനെ കാണാനായിട്ട് മാത്രം വന്നതല്ലേ? VSനെ കാണാൻ വേണ്ടി, ഞങ്ങളെ സഹാവനെ കാണാൻ വേണ്ടി തന്നെ വന്നത്. എന്താ VSനെ പറ്റി പറയാനുള്ളത്? VSനെ പറ്റി പറയാൻ, ഇതേ കണക്കൊരു നേതാവ് ഇനി ഒരിക്കലും ഉണ്ടാവത്തില്ല. കേരളത്തിലെന്നല്ല, ഇന്ത്യയിലും ഉണ്ടാവത്തില്ല ഇത് കണക്കൊരു നേതാവ്. അങ്ങനെയാണ് എല്ലാവർക്കും ഏറ്റവും പ്രിയപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു VS അച്യുതാനന്ദൻ. അത് സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയത്തിന് അതീതമായിക്കോട്ടെ, രാഷ്ട്രീയത്തിൽ നിന്ന് ചിന്തിക്കുന്നവരായിക്കോട്ടെ, രാഷ്ട്രീയം വേണ്ട എന്ന് കരുതുന്നവരായിക്കോട്ടെ, അങ്ങനെ എല്ലാ വിഭാഗം ആളുകൾക്കിടയിലും ഒരേപോലെ സ്വാധീനിക്കപ്പെട്ടിട്ടുള്ള ഒരു നേതാവ്. ആ നേതാവിന് വേണ്ടിയിട്ടാണ് ഈ ചെറിയ കുട്ടികൾ വരെ 2 മണി സമയത്തും സമാനമായ രീതിയിൽ ചെറിയ കുട്ടികൾ ഉൾപ്പെടെ ഇവിടേക്ക് വന്നെത്തി VSനെ കാണാനായി എത്തി നിൽക്കുന്നത്. പ്രതികൂലമായ കാലാവസ്ഥയാണ് നമുക്കറിയാം. വലിയ കോരിച്ചൊരിയുന്ന മഴയുണ്ട്. പക്ഷേ അവരെല്ലാം തന്നെ ഇവിടെ ഉണ്ട്. മോളെ, ആരെ കാണാൻ നിൽക്കുക? അറിയോ ആരാ കാണാനാണ് നിൽക്കുന്നത്? എപ്പോഴാ വന്നേ? കുറച്ചു നേരം VSനെ കാണാനാണെന്ന് അറിയോ മോക്ക്? അറിയാം. എപ്പോഴാ? ഇവിടെ അടുത്താണോ? ഇവിടെ അടുത്ത് തന്നെ. അപ്പോൾ മഴയാണേലും കണ്ടിട്ടൊക്കെ പോകുന്നു. അങ്ങനെയാണ്. മഴയാണെങ്കിലും കാലാവസ്ഥ മോശമാണെങ്കിലും എന്തെല്ലാം പ്രതിസന്ധി ഘട്ടങ്ങളുണ്ടെങ്കിലും ഈ മനുഷ്യരെല്ലാം ഒത്തുകൂടിയിരിക്കുന്നത് VS അച്യുതാനന്ദൻ എന്ന ആ മനുഷ്യൻ്റെ അന്ത്യവിശ്രമം, ആ മനുഷ്യൻ്റെ ആ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള ആ മൃതദേഹം കടന്നു വരുന്ന ആ വിലാപയാത്രയ്ക്കുള്ള കാത്തിരിപ്പിലാണ് ഈ മനുഷ്യരെല്ലാം തന്നെ. കനത്ത മഴയത്തും നിരവധി ആളുകൾ, സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള ആളുകൾ വഴിയോരങ്ങളിൽ കാത്തു നിൽക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. അത്തരത്തിൽ കാലാവസ്ഥ പ്രതികൂലമായിക്കോട്ടെ, എന്തെല്ലാം പ്രതിസന്ധി ഘട്ടങ്ങളുണ്ടായിക്കോട്ടെ, അവയെല്ലാം തരണം ചെയ്തുകൊണ്ട് ഈ മനുഷ്യരെല്ലാം VS അച്യുതാനന്ദൻ എന്ന ആ മഹാമനുഷ്യന് വേണ്ടി, VSന് വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവർക്കറിയാം, ഒന്നെങ്കിൽ ഇവർ അല്ലെങ്കിൽ ഇവരുടെ മുൻതലമുറയിൽപ്പെട്ട ആളുകളെല്ലാം തന്നെ നിവർന്നു നിന്നതായിക്കോട്ടെ, അവർ സ്വാധീനം ചെലുത്തിയതായിക്കോട്ടെ, അവരുടെ അവകാശ സമര പോരാട്ടങ്ങൾക്കെല്ലാം ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സ്വാധീനിക്കപ്പെട്ടിട്ടുള്ള ഒരു നേതാവാണ് VS അച്യുതാനന്ദൻ. അതുകൊണ്ട് തന്നെ ഈ മനുഷ്യരെല്ലാം അവരുടെ ഈ സമയം മാറ്റിവെക്കുന്നതും VS അച്യുതാനന്ദൻ്റെ VSൻ്റെ ആ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള ആ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്രയ്ക്ക് വേണ്ടിയിട്ടാണ്. ഏറ്റവും ഒടുവിലായി VS അച്യുതാനന്ദന് വേണ്ടിയിട്ട് മുദ്രാവാക്യം വിളിക്കാൻ വേണ്ടിയിട്ട്, ഏറ്റവും ഒടുവിലായി VS അച്യുതാനന്ദന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാണുന്ന മഹാജനസഞ്ചയം ഇവിടെ ഒഴുകിയെത്തിയിട്ടുള്ളത്. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഈ ദേശീയപാതയുടെ ഇരുവശങ്ങളിലും ഇങ്ങനെ കാത്തു നിൽക്കുന്നത് അത് VS അച്യുതാനന്ദൻ
അച്യുതാനന്ദൻ എന്ന ആ വ്യക്തിയെ ഏറ്റവും അവസാനമായി കാണാനും വേണ്ടിയിട്ടാണ് കണ്ണേ കേരള VSA എന്ന മുദ്രാവാക്യം ഏറ്റവും ഒടുവിലായി VSന് വേണ്ടിയിട്ട് ഏറ്റുവിളിക്കാൻ വേണ്ടിയിട്ടാണ്. അത്രത്തോളം സ്വാധീനം സാധാരണക്കാർക്കിടയിൽ ചെലുത്തിയ ഒരു മനുഷ്യനാണ് കടന്നു പോകുന്നത്. അത്രത്തോളം സ്വാധീനം ഈ ഏറ്റവും സാധാരണക്കാരായ തൊഴിലാളികളായ കർഷകരായ മനുഷ്യർക്കിടയിൽ ചെലുത്തിയ ഒരു മനുഷ്യൻ്റെ വിയോഗത്തിന് ഇങ്ങനെയല്ലാതെ പിന്നെ എങ്ങനെയാണ് ഈ നാട് മറുപടി പറയുക, അല്ലെങ്കിൽ ഈ നാട് എങ്ങനെയാണ് ആ വിയോഗത്തോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്രത്തോളം വൈകാരികമായ രംഗങ്ങളും പല സ്ഥലങ്ങളിൽ നിന്നും നമ്മൾ കണ്ടു. പല മനുഷ്യരിൽ നിന്നും പല രീതിയിൽ സ്വാധീനിക്കപ്പെട്ട കഥകൾ നമ്മൾ കേട്ടു. അങ്ങനെ എല്ലാ മേഖലകളിലും, സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലും, സമസ്ത മേഖലകളിലും സ്വാധീനം ചെലുത്തിയ VS അച്യുതാനന്ദൻ കടന്നു പോവുകയാണ്. ആ മനുഷ്യൻ്റെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള ആ വാഹനം കടന്നു പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മനുഷ്യരെല്ലാം ഈ കാത്തു നിൽക്കുന്നത്. ആ മുദ്രാവാക്യം വിളിക്കാൻ ഇത്രയും കാലം അവർ VSൻ്റെ മുന്നിൽ വിളിച്ച, VSന് വേണ്ടി ഏറ്റുവിളിച്ച ആ മുദ്രാവാക്യം VSൻ്റെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള വാഹനം വരുമ്പോൾ ഏറ്റവും ഒടുവിലായി ഒന്നുകൂടി വിളിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ജനങ്ങളെല്ലാം, ഈ ആളുകളെല്ലാം, ഈ മനുഷ്യരെല്ലാം ഈ പ്രതികൂല കാലാവസ്ഥയിലും കനത്ത മഴയിലും ഇവിടെ ഇങ്ങനെ കൂടി നിൽക്കുന്നത്. കണ്ണേ കേരള VSA എന്ന മുദ്രാവാക്യം ഏറ്റവും ഉച്ചത്തിൽ വിളിക്കാൻ, ഏറ്റവും ഒടുവിലായി ഒരിക്കൽ കൂടി അവർക്ക് വിളിക്കാൻ വേണ്ടിയിട്ടാണ് അവരിവിടെ ഈ മഴയത്തും ഇത്രയും സമയം താമസിച്ചിട്ടും അവരിവിടെ ഇങ്ങനെ കാത്തു നിൽക്കുന്നത്. നിരവധി ആളുകൾ, ചെറിയ കുട്ടികളായിക്കോട്ടെ സ്ത്രീകളായിക്കോട്ടെ, അത്രത്തോളം നിരവധി ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതും VS എന്താണോ ഏത് തരത്തിലാണോ VS ഈ മനുഷ്യർക്കിടയിലെല്ലാം സ്വാധീനം ചെലുത്തിയിട്ടുള്ളത് അതിൻ്റെ തെളിവ് കൂടിയാണ്. സ്ത്രീകൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി ആളുകൾ ഈ രാത്രി 2 മണി സമയത്തും ഇവിടെ എത്തി നിൽക്കുന്നത് VSനെ കാണാനാണ്.